എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ യൂണിറ്റ് 2 ആദ്യകാല രാഷ്ട്രങ്ങൾ സോഷ്യൽ സയൻസിൻ്റെ സരതുഷ്ട്ര ദർശനം. പേർഷ്യയിലാണ് സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത്. സരതുഷ്ട്രയാണ് സ്ഥാപകൻ. അഹുര മസ്ത എന്ന് വിളിക്കപ്പെട്ട ഏകദൈവത്തിൽ വിശ്വസിച്ചു. സെന്റ് അവസ്ഥ ആയിരുന്നു മതഗ്രന്ഥം. റോമൻ സാമ്രാജ്യം. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് എലീന. എൻ്റെ നാടായ ഇറ്റലി റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായാണ് റോമാ നഗരം കണക്കാക്കപ്പെടുന്നത്. എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ആദ്യകാലത്ത് റോമിൽ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ പ്രജാതൽപരർ അല്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരികയും BCE 6ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം റോമിൽ നിലവിൽ വന്നു. പുരാതന റോമിൻ്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിൻ്റെ ഉദയം. പുരാതന റോമിനെക്കുറിച്ച് എലീന നൽകിയ വിവരണത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കുറിക്കും. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായി റോമ നഗരം കണക്കാക്കപ്പെടുന്നു. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. BCE 1ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിൻ്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈയടക്കി. ആഗസ്റ്റസിൻ്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക്ക് പൂർണ്ണമായും റോമാ സാമ്രാജ്യമായി മാറിയത്. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. റോമൻ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു. റോമൻ ചക്രവർത്തിമാർ പ്രിൻസെപ്പ് എന്നറിയപ്പെട്ടു. പ്രിൻസിപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസിപ്ലേറ്റ് എന്നറിയപ്പെട്ടു. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്ലേറ്റ്. റോമിൻ്റെ സാംസ്കാരിക സംഭാവനകൾ. ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം റോമിൻ്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാനാകൃതിയിലുള്ള കനാലുകളായ അക്വിഡക്റ്റുകളും വിശാലമായതും തുറന്ന വേദിയുമായ കൊളോസിയവും റോമൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക സംഭാവനകളാണ്. അതിൻ്റെയും രണ്ടിൻ്റെ ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രരൂപീകരണം. ഇന്ത്യയിൽ സാംസ്കാരിക വിനിമയ പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിവാൻ ആയിരുന്നു. വിവാൻ്റെ വിവരണം ശ്രദ്ധിക്കാം. ഞാൻ വിവാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം 1500 BCEയോടെ ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്തസിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലഘട്ടം വേദകാലം എന്നറിയപ്പെടുന്നു. വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലത്തെയാണ് വേദകാലം എന്നറിയപ്പെടുന്നത്. പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ എത്തിച്ചേർന്നു. ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദന വർധനവിനും കാരണമായി. മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങളാണ് പിന്നീട് നഗരങ്ങളായി മാറിയത്. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദങ്ങൾ രൂപപ്പെട്ടു. ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളിലേക്ക്. പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപദങ്ങൾ രൂപപ്പെട്ടതെന്ന് കണ്ടല്ലോ. ഫലഭൂയിഷ്ഠമായ നദീ
തടങ്ങളും സമൃദ്ധമായ വനമേഖലകളും ചില ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി. സമീപപ്രദേശത്തുള്ള ജനപദങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. മഗധ പ്രബല ശക്തിയാകുന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. ജനപദങ്ങൾ. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത്. 16 മഹാജനപദങ്ങളുണ്ട്. കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വഞ്ചി, മല്ല, കാശി, വത്സ, കോസലം, ചേതി, പഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. പ്രബലമായ ഒരു മഹാജനപദമാകുന്നതിന് മഗധയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ: ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത. കാർഷിക മേഖലയിലും വാണിജ്യരംഗത്തും ഉണ്ടായ പുരോഗതി. ഇരുമ്പയിരിന്റെ സാന്നിധ്യം. ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും. തുടക്കത്തിൽ രാജഗൃഹയും പിന്നീട് പാടലിപുത്രവുമായിരുന്നു മഗധയുടെ തലസ്ഥാനങ്ങളാണ് രാജഗൃഹയും പിന്നീട് പാടലിപുത്രവും. മൗര്യരാജ്യം. BCE 321-ൽ മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യരാജ്യം സ്ഥാപിച്ചു. മഗധയിലെ പ്രധാന ഭരണാധികാരികൾ: ബിംബിസാരൻ, അജാതശത്രു, പദ്മനന്ദൻ, ധനനന്ദൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യരാജ്യം സ്ഥാപിച്ചത്. മഗധയെ വിശാലമായ മൗര്യ രാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ അഥവാ ചാണക്യനായിരുന്നു. മൗര്യ രാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്ന അശോകൻ കാശ്മീരവും കലിംഗവും കീഴടക്കി രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. കൗടില്യന്റെ അർത്ഥശാസ്ത്രം. പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങൾ. ജൈനമതം. ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമായിരുന്നു ജൈനമതം. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്ന വർദ്ധമാന മഹാവീരൻ ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ജൈനമത ആശയങ്ങൾ. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. കളവ് പറയരുത്. മോഷ്ടിക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക. ബുദ്ധമതം. പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ബീഹാറിലെ ബോധഗയയിൽ വച്ച് ജ്ഞാനോദയം നേടിയ അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. ബുദ്ധമതത്തിന്റെ ആശയങ്ങളാണ്: ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക.